ഇനി നിങ്ങൾക്കിത് ഓട്ടോമാറ്റിക്കിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആദ്യം ചെയ്ത പോലെ ഒരു 10 സെക്കൻഡ് തുടർച്ചയായിട്ട് ഇത് അമർത്തി പിടിക്കുക. 10 സെക്കൻഡ്. അപ്പോൾ നോക്കിക്കോളൂ, ഇതിൻ്റെ ബ്ലിങ്കിങ് സ്പീഡ് കൂടുതലായിരിക്കും. ബസർ 3 പ്രാവശ്യം അടിക്കും. അങ്ങനെയാണ് പ്രോഗ്രാമിംഗ് മോഡിലേക്ക് നമ്മൾ വരുന്നത്. ഇത് പ്രസ് ചെയ്ത് പിടിക്കാം. AI ക്യാമറ നിങ്ങൾക്കെല്ലാം പരിചയമുണ്ടായിരിക്കും. എന്നാൽ നമ്മളിന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത് AI വാട്ടർ ലെവൽ കീപ്പിംഗ് സിസ്റ്റം എന്ന ഒരു ഉപകരണമാണ്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് നോക്കാം. സിംഗിൾ സെൻസർ മാത്രമേ ഉള്ളൂ, സിംഗിൾ LED ഇൻഡിക്കേഷൻ. എന്നാൽ അതിന് 3 മോഡുണ്ട്. ഒന്ന് സ്ലോ ബ്ലിങ്കിങ് വിത്ത് ഗ്രീൻ കളർ, ഫാസ്റ്റ് ബ്ലിങ്കിങ് വിത്ത് റെഡ് കളർ. അങ്ങനെ 2 ഓപ്ഷൻ വരുന്നുണ്ട്. അത് ഗ്രീൻ കളറിൽ വളരെ സ്ലോ മോഡിൽ ബ്ലിങ്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ അതിൻ്റെ എല്ലാ സോഫ്റ്റ്വെയർ ഭാഗങ്ങളും പെർഫെക്റ്റായി വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഇൻഡിക്കേഷൻ. കൂടാതെ പവർ സപ്ലൈ AC ഉണ്ട് എന്നും ഈ 2 കാര്യങ്ങളും ആ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് LED മോഡിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. സിംഗിൾ ബട്ടൺ ഷോർട്ട് പ്രസ് ചെയ്താൽ ഓൺ ഓഫ്, ഒരു പ്രസ്സിന് ഓൺ ആവുന്നു, അടുത്ത പ്രസ്സിന് ഓഫ് ആവുന്നു. ലോങ് പ്രസ് AI പ്രോഗ്രാമിംഗ് മോഡിലേക്ക് മാറും. പിന്നെ സിംഗിൾ സെൻസറിൽ തന്നെ ഡ്രൈ റണ്ണും അത് ചെക്ക് ചെയ്യുന്നതായിരിക്കും. വെള്ളം കാലിയായി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഓൺ ആവുന്നതും എല്ലാം സിംഗിൾ. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തികച്ചും വ്യത്യസ്തമായ ഒരു വാട്ടർ ലെവൽ കീപ്പിംഗ് സിസ്റ്റം പ്രോഡക്റ്റാണ്. എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് നോക്കാം. സാധാരണ വാട്ടർ ലെവൽ കൺട്രോളർ എന്ന് പറയുന്ന സമയത്ത് അതിനകത്ത് 2-3 സെൻസർ വരും. നമുക്കിപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഞാനിവിടെ ഒരു ടാങ്ക് ഉദാഹരണമായിട്ട് എടുത്തിരിക്കുന്നു. പമ്പ് സെറ്റിന് പകരം ഒരു ചെറിയ മിനി പമ്പാണ്, സബ്മേഴ്സിബിൾ പമ്പാണ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. സാധാരണ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ടാങ്ക് 1000 ലിറ്റർ ആവാം, 5000 ലിറ്റർ ആവാം. മിക്കവാറും പേര് 2 സെൻസറായിരിക്കും യൂസ് ചെയ്യുന്നത്. സെൻസർ മീൻസ് ഇങ്ങനത്തെ ഇതിനകത്ത് വരുന്നത് ഈ ടൈപ്പ് സെൻസറാണ് വരുന്നത്. 2 വയറാണ് എനിക്ക് വരുന്നത്. ഒരു സെൻസർ ഏറ്റവും താഴെ വെക്കും, ഏറ്റവും താഴെ. ഒന്ന് ഏറ്റവും മുകളിൽ ഫിറ്റ് ചെയ്യും. കൂടാതെ ഇങ്ങോട്ട് വെള്ളം വന്ന് വീഴുന്ന ആ പൈപ്പിൻ്റെ അറ്റത്ത് അവിടെ ഒരു സെൻസർ, ഡ്രൈ റൺ സെൻസർ, അങ്ങനെ 3 സെൻസർ വെച്ചിട്ടാണ് മിക്കവാറും വരിക. അപ്പം 3ഉം ഏകദേശം 6 വയറോളം ഇങ്ങോട്ട് വരും. അങ്ങനെയാണ് വലിയ ടാങ്കിലൊക്കെ സെറ്റ് ചെയ്യുന്നത്. എന്നാൽ ഇതിൻ്റെ പ്രത്യേകത ഇതിനാകെ ഒരു സെൻസർ മാത്രമേ ഉള്ളൂ, സിംഗിൾ സെൻസർ. പിന്നെ മറ്റുള്ളതിനൊക്കെ അതിൻ്റെ പ്രോഗ്രാമിംഗ് മെത്തേഡും ഒക്കെ വ്യത്യാസമുണ്ട്. 2 വയർ AC ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടി ഇതിനകത്തേക്ക് നമ്മളെപ്പോഴും ടെസ്റ്റർ വെച്ച് കത്തിച്ച് നോക്കുന്ന ആ ഭാഗം തന്നെ കൊടുക്കണം, ഫേസ് കൊടുക്കണം. ഇത് ന്യൂട്രൽ. അതുപോലെ മോട്ടറിലോട്ടും എങ്ങനെയാണ് പോകുന്നത്? സാധാരണ ഒരു ഫേസും ന്യൂട്രലും ആണല്ലോ പോവുക. ന്യൂട്രൽ ഓൾറെഡി അവിടെ കൊടുത്ത് കാണും. ഫേസ് ഒരു സ്വിച്ച് വഴിയായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ അവിടെ സ്വിച്ച് കൊടുത്ത സ്ഥലത്തേക്ക് തന്നെ ഈ മോട്ടറിലേക്കുള്ള ഫേസ് അങ്ങോട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ കണക്ഷൻ കഴിഞ്ഞു. 2 ഇൻപുട്ട് ഫേസും ന്യൂട്രലും കൊടുക്കുന്നു, ഒരെണ്ണം മോട്ടറിൻ്റെ സ്വിച്ചിലേക്കും കൊടുക്കുന്നു. ഇത്രയേ ഉള്ളൂ അതിൻ്റെ സംഗതി. ഇനി ഇതിൻ്റെ ഓപ്പറേഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം. ആകെ ഇതിനകത്ത് വരുന്നത് നമുക്ക് ഒരു ഇൻഡിക്കേറ്ററും ഒരു സോഫ്റ്റ് പ്രസ്, ഒരു ബട്ടൺ മാത്രമേ ഇതിനകത്തുള്ളൂ. ഹാർഡായിട്ട് ഉപയോഗിക്കേണ്ട വേറൊരു സംഗതിയില്ല. വേറെ ഒരു കൺട്രോൾ യൂണിറ്റും ഇതിനകത്തില്ല. അപ്പോൾ ഇനി ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് കണക്ഷൻ ഒന്ന് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചുതരാം. ഇപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു ഫേസ് ന്യൂട്രൽ ഇൻപുട്ട് കൊടുക്കുന്നതോടുകൂടി ഈ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങും. പിന്നെ ഇത് മോട്ടറിലോട്ടും കൊടുക്കുന്നു. ഇനി നിങ്ങൾക്കത് മാനുവലായിട്ട് യൂസ് ചെയ്യാം, സെമി ഓട്ടോമാറ്റിക്കായിട്ട് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം, ഫുള്ളി ഓട്ടോമാറ്റിക്കായിട്ട് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഏത് ടാങ്ക് 500 ലിറ്റർ ആവാം, 5000 ലിറ്റർ ആവാം, 10000 ലിറ്റർ ആവാം. ടാങ്കിൻ്റെ അളവും മോട്ടറൊന്നും പ്രശ്നമില്ല. ഇനി സിംഗിൾ ഫേസ് മോട്ടറിനും 3 ഫേസ് മോട്ടറിനും ഒക്കെ വ്യത്യസ്ത പ്രോഡക്റ്റുകൾ, ഔട്ട്പുട്ടിൽ മാത്രം ചെറിയ വ്യത്യാസം വരും. ഞാൻ ജസ്റ്റ് കണക്ഷൻ ഒന്ന് കൊടുത്തതിന് ശേഷം നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാമെന്ന് തോന്നുന്നു. ഇതിനകത്ത് ഫേസ് കൊടുക്കണം. നമുക്കൊന്ന് ടെസ്റ്റർ കത്തിച്ച് നോക്കുമ്പോൾ ടെസ്റ്റർ കത്തണം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് പവർ ഒന്ന് ഓൺ ചെയ്യാം. പവർ ഓൺ ചെയ്താൽ ഉടൻ തന്നെ നമ്മൾ ഇൻഡിക്കേഷൻ ഇവിടെ ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു. ബ്ലിങ്ക് ചെയ്യുന്ന കാണാം. വളരെ സ്ലോ ബ്ലിങ്കിങ് ആയിരിക്കും, ശ്രദ്ധിച്ചോളൂ. 2-3 സെക്കൻഡാണ് ബ്ലിങ്ക് ചെയ്യുന്നത്. ഇനി കണക്ഷൻ ഇതിനകത്താണ് ടെസ്റ്റർ കത്ത് നോക്കാം. ടെസ്റ്റർ ഫേസ് ഇത് ന്യൂട്രൽ. അതേ ന്യൂട്രൽ തന്നെ മോട്ടോറിലേക്ക് കൊടുത്തിരിക്കുന്നത് ഈ ബ്ലൂ വയറിൽ. മോട്ടോറിലേക്ക് വേണ്ട ഫേസാണ് ഈ യെല്ലോ വയർ. അപ്പോൾ മോട്ടോറിന് ഫേസും ന്യൂട്രലും കിട്ടി. നമ്മൾ ഈ എക്യുപ്മെൻറ്റ് വഴിയാണ് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ജസ്റ്റ് സാധാരണ ഇത് 2-3 സെക്കൻഡ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചാൽ ഉടൻ തന്നെ മോട്ടോർ ഓൺ ആവുന്നു.
വീണ്ടും ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ആവുന്നു. പവർ സപ്ലൈ കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ സ്ലോ ആയിട്ട് ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം നിങ്ങൾക്ക് കൃത്യമായിട്ട്. ഇനി ഇത് ജസ്റ്റ് 1-2 സെക്കൻഡ് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ മോട്ടോർ സ്റ്റാർട്ടാവും. ഒരു ബസറിൻ്റെ സൗണ്ടും കൂടെ കേൾക്കുക. ആ സമയത്ത് സ്റ്റാർട്ടായി. സെയിം ബ്ലിങ്കിങ് ആയിരിക്കും. വെള്ളം ഇവിടെ വീഴുന്നുണ്ടോ നോക്കാം നമുക്ക്. ഓണായി കഴിഞ്ഞു. ഇനി ജസ്റ്റ് ഒന്നും കൂടെ പ്രസ് ചെയ്താൽ അതേപോലെ തന്നെ ഓഫുമായി. ഓഫായി കഴിഞ്ഞു. ഇത് മാനുവൽ മോഡ്. ഇനി നിങ്ങൾക്കിത് ഓട്ടോമാറ്റിക്കിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആദ്യം ചെയ്ത പോലെ ഒരു 10 സെക്കൻഡ് തുടർച്ചയായിട്ട് ഇത് അമർത്തി പിടിക്കുക. 10 സെക്കൻഡ്. അപ്പോൾ നോക്കിക്കോളൂ, ഇതിൻ്റെ ബ്ലിങ്കിങ് സ്പീഡ് കൂടുതലായിരിക്കും. ബസർ 3 പ്രാവശ്യം അടിക്കും. അങ്ങനെയാണ് പ്രോഗ്രാമിംഗ് മോഡിലേക്ക് നമ്മൾ വരുന്നത്. ഇതാ പ്രസ് ചെയ്ത് പിടിക്കാം. ബ്ലിങ്കിങ് സ്പീഡ് ശ്രദ്ധിച്ചോളൂ. ഇതാ ബസർ 3 പ്രാവശ്യം അടിച്ചു. ഫാസ്റ്റായി കഴിഞ്ഞു. ഇതിൻ്റെ അർത്ഥം ഇതിപ്പോൾ പ്രോഗ്രാമിങ്ങിലേക്ക് മോഡിലാണെന്നാണ്. ഇതാ വെള്ളം ഓണായിക്കൊണ്ടേയിരിക്കുന്നു. ഇനി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഈ ടാങ്ക് ഏതും ആവട്ടെ, ആ ടാങ്ക് ജസ്റ്റ് നിറയുന്നവരെ, ഓവർഫ്ലോ ചെയ്യുന്നവരെ നിങ്ങൾ കാത്തിരിക്കുക. അങ്ങനെ ഫുള്ളായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ജസ്റ്റ് ഇവിടെ ഒന്നും കൂടെ ഒന്ന് തൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് അതാ പഴയ സ്റ്റേജിലേക്ക് വന്നു. മോട്ടോർ ഓഫായി. ഇനി എങ്ങനെയാണ് വീണ്ടും ഇത് ഓണാവുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 2 രീതിയിൽ ചെയ്യാം. ഇപ്പോൾ സെൻസർ ആവശ്യമില്ലാത്ത പാർട്ടിയാണെങ്കിൽ സെൻസർ വേണ്ട. നിങ്ങൾ ഓൺ ചെയ്യാൻ മാത്രം ഒരു തവണ പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നീട് ആ ടാങ്ക് നിറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായി ഓഫാകുന്നതായിരിക്കും. ഇനി ഓണും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്ന സെൻസർ, ഈ സെൻസർ ടാങ്കിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്താണ് തൂക്കിയിട്ടുണ്ട്. സെൻറ്ററിൽ ഒരു ലൈൻ, അതിനേക്കാൾ കുറച്ച് ഒരു സെൻസർ മതി. ഇങ്ങനെ പകുതി വെച്ചതിന് ശേഷം ഈ 2 വയർ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ 2 വയറിൽ എത്തിച്ചു കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിയുന്ന സമയത്ത് വെള്ളം കുറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഓണാവുന്നു. വീണ്ടും ആ ടാങ്ക് നിറയുന്ന സമയത്ത് ഓഫാവുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രവർത്തന രീതി. ബാക്കി കുറച്ച് ഡീറ്റെയിൽസ് കൂടി പറഞ്ഞുതരാം. ഇതുകൂടാതെ സിം കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വളരെ അകലെയുള്ള പമ്പ് സെറ്റുകൾ നിയന്ത്രിക്കാൻ കഴിയുന്ന പ്രോഡക്റ്റും അതിൻ്റെ മോഡ്യൂളും എൻ്റെ കൈവശമുണ്ട്. നിങ്ങൾക്കൊരു പക്ഷേ ബിസിനസ്സിന് താല്പര്യമുള്ളവരുണ്ടാവാം, അല്ലെങ്കിൽ സ്വന്തം ആവശ്യത്തിന് ഒരെണ്ണം വാങ്ങി ഉപയോഗിക്കേണ്ടവരാവാം, അതല്ലെങ്കിൽ ഒരു തൊഴിൽ എന്ന രീതിയിൽ വാങ്ങി ഫിറ്റ് ചെയ്യേണ്ടവരുണ്ടാവാം, അല്ലെങ്കിൽ മാസ് പ്രൊഡക്ഷൻ ലക്ഷക്കണക്കിന് അടിച്ചിട്ട് പിക്ക് ആൻഡ് പ്ലേസ് മെഷീൻ ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെയുള്ളവർക്കെല്ലാം എന്നെ ബന്ധപ്പെടാവുന്നതാണ്. അതിനുള്ള വാട്സാപ്പ് നമ്പർ ഞാൻ വീഡിയോയിലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ദയവായി വിളിക്കരുത്. കാര്യം നിങ്ങൾക്കറിയാം, ഒരു 50-100 പേര് വിളിച്ചു കഴിഞ്ഞാൽ അവരോട് സംസാരിക്കുക എന്നുള്ളതല്ലാതെ മറ്റ് ജോലിയൊന്നും നടക്കില്ല. അതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് സാധിക്കുന്നതാണെങ്കിൽ തീർച്ചയായും നിങ്ങളെ തിരികെ വിളിക്കുന്നതാണ്. അതുകൂടാതെ നിങ്ങൾക്ക് പുതുതായി എന്തെങ്കിലും പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യണമെങ്കിൽ അത്തരത്തിലുള്ള ഡിസൈനും ചെയ്യാനുള്ള എല്ലാ സാങ്കേതിക സഹായവും ചെയ്തു തരുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.